ഹൈ റിസ്ക് പ്രഗ്നൻസിയിൽ ഇന്ന് നമുക്ക് പ്രഗ്നൻസിയിലുള്ള BP പറ്റി നോക്കാം. BP എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയിൽ മാത്രമല്ല, അല്ലാതെയും നമുക്ക് ഹൈ ബ്ലഡ് പ്രഷർ അഥവാ ഹൈപ്പർ ടെൻഷൻ വരുന്നതാണല്ലോ. അപ്പോൾ പ്രഗ്നൻസിയിൽ കാണുന്ന BPയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ അപകടകരമായി കാണുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുമാണ്. നമ്മൾ പ്രഗ്നൻസി റിലേറ്റഡ് ഡെത്തുകൾ പറ്റി നോക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻഷ്യൽ എൻക്വയറി സിസ്റ്റം ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഒരു നല്ല ശതമാനം മരണത്തിനും കാരണം പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന ഹൈപ്പർ ടെൻഷനാണ്. സാധാരണ നമ്മൾ പറയും ബ്ലഡ് പ്രഷർ കൂടുതലാണെങ്കിൽ ഉപ്പ് കുറയ്ക്കൂ എന്ന് പറയും. പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഹൈപ്പർ ടെൻഷൻ അങ്ങനെയല്ല. അത് പ്ലസന്റ പുറത്തെത്തുന്നത് വരെ, അതായത് ഇതൊരു പ്ലസന്റൽ ഫംഗ്ഷൻ ആണെന്ന് പറയേണ്ടി വരും. അതായത് കുഞ്ഞിനെ ഡെലിവറി ചെയ്യുന്നത് വരെ ആ BP കുറയാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു അസുഖമാണ് പ്രഗ്നൻസിയിൽ വരുന്ന BP. നമുക്കിനി അതിന്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. സാധാരണയായിട്ട് പ്രഗ്നൻസിക്ക് മുമ്പ് BP ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ വിസിറ്റുകളിൽ തന്നെ BP കാണിക്കുന്നതാണല്ലോ. പക്ഷെ പ്രഗ്നൻസിയിൽ മാത്രം കണ്ടുവരുന്ന BP ഏകദേശം ഒരു 5 മാസം ആകുമ്പോഴാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കറക്റ്റ് ആയിട്ടുള്ള ആന്റിനേറ്റൽ ചെക്കപ്പിന് പോകേണ്ടത് അത്യാവശ്യമാണ്. ഇത് കൂടാതെ നമ്മൾക്ക് ഏറ്റവും അറിയേണ്ടത് എന്തൊക്കെയാണ്? പ്രഗ്നൻസിയിൽ BP എന്തുകൊണ്ട് ഉണ്ടാവണം, എങ്ങനെ ഉണ്ടാവണം എന്നുള്ളതിനേക്കാളും എന്തൊക്കെ കണ്ടാലാണ് ഡോക്ടറെ കാണേണ്ടത് എന്നല്ലേ നമ്മൾ അറിയേണ്ടത്. അപ്പൊ അതെന്തൊക്കെയാണ്? നീര് വരിക പറഞ്ഞാല് കാലിൽ നീര് ഒരുവിധം എല്ലാ പ്രഗ്നന്റ് ലേഡീസിനും ഉണ്ടാവും. വളരെയധികം കൂടുതലായിട്ട് കാലിൽ നീര് വരിക, അല്ലെങ്കിൽ മുഖത്തോ കൈകളിലോ നീര് വരിക. കൈകളിൽ നീര് വന്നാൽ എങ്ങനെ അറിയാം? നമ്മുടെ മോതിരം ഒക്കെ ഇറുകുന്നതായിട്ട് അനുഭവപ്പെടും. അങ്ങനെ വരിക. മുഖത്ത് കണ്ണിന് താഴെ അങ്ങനെ നീര് കാണുക. മൂത്രത്തിന്റെ അളവ് കുറയുന്നത് പോലെ തോന്നുക. കഠിനമായ തലവേദന, നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്ന തലവേദന, കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നുക, അങ്ങനെയുള്ള സിംറ്റംസ്. ചില ആൾക്കാർക്ക് നമ്മുടെ വാരിയലിന് താഴെ വലതുവശത്തായിട്ട് വേദന വരാം. പെട്ടെന്ന് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നിയിട്ട് ബോധം പോകുന്നത് പോലെ തോന്നാം. ഇത് കൂടാതെ നമുക്ക് മൂത്രത്തിന്റെ അളവ് കുറയുന്നത് കൂടാതെ മഞ്ഞപ്പിത്തം പോലുള്ള സിംറ്റംസും സിവിയർ കേസിൽ വരാം. ഇതെല്ലാം പ്രഗ്നൻസിയിൽ വരുന്ന BPയുടെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. BP സാധാരണഗതിയിൽ BP ചെക്ക് ചെയ്യുക എന്നല്ലാതെ BP കൂടുന്നത് അറിയാനായിട്ട് വേറെ സിംറ്റംസ് ഒന്നുമില്ല. സാധാരണ ഈ സിംറ്റംസ്, വാർണിംഗ് സൈൻസ് എന്ന് പറയുന്നതൊക്കെ ഈ പ്രഗ്നൻസിയിൽ വരുന്ന BPയുടെ കോംപ്ലിക്കേഷൻ വരുമ്പോഴാണ് നമുക്ക് കൂടുതലായി കാണുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ആന്റിനേറ്റൽ വിസിറ്റിന് പോകുമ്പോൾ BP ചെക്ക് ചെയ്തിട്ട് കൂടുതലൊന്നുമില്ല, പക്ഷെ വെയിറ്റ് പെട്ടെന്ന് വല്ലാണ്ട് കൂടിയ പോലെ തോന്നാം. അതൊരു എന്താ പറയാ ലക്ഷണമാണ്. നമുക്ക് BP വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. അങ്ങനെയുള്ളവരെ കൂടുതൽ ശ്രദ്ധിക്കണം. ഒന്നിൽ കൂടുതൽ കുട്ടികളുള്ള പ്രഗ്നൻസി, IVF പ്രഗ്നൻസി, അല്ലെങ്കിൽ ആദ്യത്തെ പ്രഗ്നൻസിയിൽ BP കൂടുതലായിട്ടുള്ളവര്, ഇങ്ങനെയുള്ളവർക്കും ഇത് പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ഇതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മയ്ക്ക് ജന്നി പോലെ വരാനുള്ള സാധ്യതയുണ്ട് BP കൺട്രോൾ ആയില്ലെങ്കിൽ. പിന്നെ ലിവറിന്റെ ഫംഗ്ഷൻ, കരളിന്റെ ഫംഗ്ഷനെ അഫക്റ്റ് ചെയ്യാം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം വളരെയധികം കുറയാം. അങ്ങനെയാകുമ്പോൾ ബ്ലീഡിങ്ങിനുള്ള സാധ്യത കൂടുതലാണെന്ന് നമുക്ക് അറിയാമല്ലോ. ഇതൊക്കെ കൂടാതെ ജോണ്ടിസ് അഥവാ മഞ്ഞപ്പിത്തം പോലെയും വരാം. ഇത് കൂടാതെ നമുക്ക് പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ, ഇങ്ങനെ എല്ലാ സിംറ്റംസും ഇതിന്റെ എല്ലാം കോംപ്ലിക്കേഷൻ ആയിട്ട് വരാം. അപ്പൊ ഡെത്തിന്റെ ഒരു പ്രധാന കോസ് ആണ് പ്രഗ്നൻസിയിലുള്ള മെറ്റേണൽ ഡെത്തിന്റെ ഒരു പ്രധാന കോസ് ആണ് PIH എന്ന് പറഞ്ഞ ബ്ലഡ് പ്രഷർ കൂടുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ മരുന്നുകൾ കഴിക്കേണ്ടതും കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറെ കാണേണ്ടതും, വാർണിംഗ് സിംറ്റംസ് എന്തെങ്കിലും കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്. പ്രഗ്നൻസി കഴിഞ്ഞാലും ഡെലിവറി കഴിഞ്ഞാലും 42 ദിവസം വരെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് തന്നെ 42 ദിവസം വരെ ഇതിന് പൂർണ്ണമായ ശ്രദ്ധ ആവശ്യമാണ്. ഇത് കൂടാതെ ഡെലിവറി കഴിഞ്ഞ ശേഷം ഡെൽറ്റ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. ഡെലിവറി കഴിഞ്ഞ ശേഷം ചില ആൾക്കാർക്ക് BP കൂടുതലായി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡെലിവറി കഴിഞ്ഞാലും ആദ്യത്തെ ഒരു 10-15 ദിവസത്തേക്ക് നമ്മൾ BP മോണിറ്റർ ചെയ്യേണ്ടത് ആവശ്യമാണ്. ശ്രദ്ധിക്കുകയാണ് നമുക്ക് ആവശ്യം. ഇത് വരാതിരിക്കാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.